എടുക്കും. നേരെ നമ്മൾ കോൾ ഇരിക്കേണ്ടി വരുമോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇവിടെ നമ്മള് പേഴ്സണാലിറ്റി ഫാക്ടർ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. പേഴ്സണാലിറ്റി ഫാക്ടർ 16PF എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഈ മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? പേരെന്തായിരുന്നു? റൈമണ്ട് ബി കാറ്റൽ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഇദ്ദേഹം ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം 1949 ഈ 16PF എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യനെയർ ഡെവലപ്പ് ചെയ്തു. പക്ഷെ ആ സമയത്ത് അതിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്കുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ലേറ്റസ്റ്റ് വേർഷന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരിക ചെയ്തത്. അതിൽ 164 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ 164 ഐറ്റംസ് ഉള്ള ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതില് ഈ മൊത്തം ഹലോ, ആദ്യം ഈ റൈമണ്ട് ബി കാറ്റൽ 1949 എന്നിട്ട് പിന്നെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പിന്നെ അദ്ദേഹം തന്നെ തിരുത്തിയ ചെയ്തേ. യെസ്, അദ്ദേഹം ഒരുപാട് ക്രിറ്റിസിസം അതിൽ വന്നു. ഓക്കെ, അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു. അപ്പൊ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുക ചെയ്തത്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഇംപ്രൂവ് ചെയ്ത ഐറ്റാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പത്തെ സ്കെയില് അപ്ഡേറ്റ് ചെയ്ത സ്കെയിലാണ്. അതെ, 164. അപ്പൊ ഇതില് ഈ 16 ഫാക്ടർ സ്കെയിലില് 5 ബ്രോഡ് ഫാക്ടേഴ്സ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് 5 കാര്യങ്ങളാണ്, 5 ഫാക്ടേഴ്സ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇദ്ദേഹം. ഒന്ന് എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ, ആൻസൈറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ടഫ് മൈൻഡഡ്നെസ്, ടെൻഡർ മൈൻഡഡ്നെസ്, ഇൻഡിപെൻഡൻസ്, ഡിപെൻഡൻസ്, സെൽഫ് കൺട്രോൾ, ഇമ്പൾസീവ്നെസ്. ഈ 5 കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ 16 ഫാക്ടറിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ 16 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ഈ 16 ഫാക്ടേഴ്സ്. ഈ 16 ആരെങ്കിലും വന്നോ? ആരും ജോയിൻ ചെയ്തില്ലല്ലോ. ഒരാൾ റിക്വസ്റ്റ് ചോദിക്കുന്നു. 1950 രൂപ മാർച്ച് ഏപ്രിൽ അമ്മച്ചയെ കൊണ്ട് ആശുപത്രി 12 ദിവസം വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ് 16PF ടെസ്റ്റ് ആണ് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത ആളാരാണ്? കാറ്റൽ എന്ന് പറഞ്ഞ ആളാണ്. ഇയാളെ മുഴുവൻ പേരെന്തായിരുന്നു? 1949 പിന്നെ അതിൽ ഒരുപാട് മിസ്റ്റേക്ക് വന്നു, ക്രിറ്റിസിസം വന്നു. പിന്നെ 164 ക്വസ്റ്റ്യൻ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത പിന്നെ ആ ഒരു ഫോമാണ് നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 ഫാക്ടേഴ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് റൈമണ്ട് ബി കാറ്റൽ. ഈ ടെസ്റ്റ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെയർ ആണ്. സിമ്പിൾ ആയിട്ട് പറയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെയർ ആണ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും കരിയർ ഗൈഡൻസ്, വൊക്കേഷണൽ എക്സ്പ്ലോറേഷന്, ഓക്യുപ്പേഷണൽ സെലക്ഷന്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരാളെ പേഴ്സണാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ആളുകളെ ഗൈഡ് ചെയ്യാനും നമുക്ക് സഹായിക്കും. കഴിയും. ഓക്കെ. പിന്നെ ഇതില് പ്രധാനമായിട്ടും 16 വയസ്സിനും അതിന് മുകളിലുമുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ടെസ്റ്റിന് വിധേയമാക്കുക. ചെറിയ കുട്ടികളെ ടെസ്റ്റിന് വിധേയമാക്കാറില്ല. ഓക്കെ, 16 വയസ്സ് ആൻഡ് എബോവ്. ഇതില് ഈ 16 കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇത് കണ്ടോ, ABCDEFG ഇങ്ങനെ ഇത് 16 ഐറ്റം ഉണ്ട്. 1, 2 അങ്ങനെ 16 ഉണ്ട്. ഈ ഓരോ ഐറ്റത്തിനും 1 to 10
വാല്യൂ ഉണ്ടാവും. ഓക്കെ, 1 അല്ലെങ്കിൽ 10 വാല്യൂ കൊടുക്കും. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് നോക്കാം. അതായത് ഇതാണ് അതിന്റെ സ്കെയിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഡിസോർഡർ ആയിട്ട് കാണിക്കുന്ന കൺഫ്യൂഷൻ വരണ്ട. 1 മുതൽ 10 വരെ മാർക്ക് ആയിരിക്കും ഈ സ്കെയിലിന് കൊടുക്കുക. ഓരോന്നിനും 1 മുതൽ 10 വരെ മാർക്ക് കിട്ടും. അപ്പൊ 1 മുതൽ 4 വരെ ആണെങ്കിൽ അത് ലോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, 5, 6 എന്നിവയാണെങ്കിൽ ആവറേജ് ആയിട്ട് കണക്കാക്കാം. 7, 8, 9, 10 ആണെങ്കിൽ ഹൈ ആയിട്ടും കണക്കാക്കാം. ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇതിന്റെ ഓഫ്ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ ഈ ഫോം വാങ്ങാൻ നല്ല പൈസ വരും, അത് കിട്ടാനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് ഈ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈൻ വേർഷൻ ആണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതില് ഓക്കെ, ഈ ഓൺലൈൻ വേർഷനിൽ 4 പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 10 എണ്ണം ഉണ്ടാവില്ല, 4 എണ്ണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ശരിക്ക് 16 PF ടെസ്റ്റിൽ 10 വാല്യൂസ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ 4 എണ്ണേ ഉണ്ടാവുള്ളൂ. ഈ 4നെ 10ലേക്ക് കൺവേർട്ട് ചെയ്യാം. 4നെ 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമുക്ക് കിട്ടിയ വാല്യൂവിനെ ഇൻറ്റു 2.5 ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ വാല്യൂ 10ലേക്ക് കൺവേർട്ട് ആവും. മനസ്സിലായോ? ഓക്കെ, അതായത് ഇതിന്റെ ഒറിജിൻ ഇതിന്റെ മാനുവൽ സെഷന് പിന്നെ 10 വരെ ഉണ്ടാവും. ഓക്കെ, ഓൺലൈൻ ആണ് മെത്തേഡാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ കിട്ടിയ വാല്യൂവിനെ 10 കൊണ്ട് പിന്നെ ഇൻറ്റു ചെയ്യും അല്ലെ, കൺവേർട്ട് ചെയ്യും. അതെ. ഇപ്പോൾ ഈ ടേബിൾ കണ്ടോ, ഈ ടേബിള് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാണ്. ഈ ടേബിള് നമ്മൾ ഓൺലൈൻ മെത്തേഡ് വഴി കണ്ടെത്തിയ സ്കോറാണ് ഈ ഒബ്റ്റെയിൻഡ് സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1 മുതൽ 4 വരെയുള്ള സംഖ്യക്കിടയിലാണ് ഈ സ്കോർ വരിക. ഓക്കെ, ഇപ്പൊ ഈ 2.4 എന്ന് പറയുന്നത് 1നും 4നും ഇടയിലുള്ള സംഖ്യയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ 1നും 10നും ഇടയിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ 2.4 ഇൻറ്റു എന്ത് ചെയ്യും, എത്രയും 2.4 ഇൻറ്റു ഇത് പോയിന്റ് ഒഴിവാക്കിയതാണ് ഇവിടെ കേട്ടോ. പോയിന്റ് ഇവിടെ പോയിന്റ് വരുന്ന സമയത്ത് ഒരു സംഖ്യ കഴിഞ്ഞിട്ട്, ഉദാഹരണം പറയാം, ഒരു സംഖ്യ കഴിഞ്ഞിട്ട് 0.5 ആണെങ്കിൽ ഇതിനെ 1 ആയിട്ട് കണക്കാക്കും. സാധാരണ കണക്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി 0.4 ഒക്കെ ആണെങ്കിൽ അതിനെ 0 ആയിട്ട് കണക്കാക്കും. ഉദാഹരണമായിട്ട് വേറെ എക്സാമ്പിൾ പറയണം, 1.4 ആണെങ്കിൽ 1 ആയിട്ട് കണക്കാക്കും. 1.5 ആണെങ്കിൽ 5 അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ 2 ആയിട്ട് കണക്കാക്കും. നമ്മൾ അര മാർക്കൊക്കെയാണ് 1 ഇട്ട് കൊടുക്കുമല്ലോ, അതേപോലെയാണ് ഇവിടെ സിസ്റ്റം വരുന്നത്. അതാണ് ഇവിടെ ഒക്കെ 4 ഇതൊക്കെ വരുന്നത്. ഈ 3.5 3.7 ഒക്കെ നമ്മൾ 4 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, 5.5നെ നമ്മൾ 6 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിനെ 5 ആയിട്ട് കൺസിഡർ ചെയ്യും. 3.5നെ 4 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇടക്കം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഒബ്റ്റെയിൻഡ് സ്കോർ അല്ലേ മറ്റേ സ്ക്രീൻ, ഇപ്പൊ ലാസ്റ്റ് എടുത്ത സ്ക്രീൻ ഒബ്റ്റെയിൻഡ്, ഈ ഒബ്റ്റെയിനിൽ ഇപ്പം 2.4 ഇപ്പുറത്ത് 10 സ്കോറിൽ വരുമ്പോൾ 2.4 ഇൻറ്റു 4 അല്ലേ വരുക? 2.4 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 4 അല്ല അല്ലേ? അല്ല, ഇവിടെ മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 10 സ്കോർ ബ്രാക്കറ്റിൽ ഇൻറ്റു 2.5. ഇതാ വാല്യൂ ഇവിടെ കണ്ടോ, 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 164 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 164 ക്വസ്റ്റ്യൻസിന് 5 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഡിസഗ്രി, രണ്ടാമത്തെ സ്ലൈറ്റ്ലി ഡിസഗ്രി, മൂന്നാമത്തത് നെയ്തർ എഗ്രി ഓർ നോട്ട് ഡിസഗ്രി, അടുത്തത് സ്ലൈറ്റ്ലി എഗ്രി, 5 എഗ്രി.
ഈ 4 ഓപ്ഷനിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ കറുപ്പിക്കുക ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഓൺലൈനായിട്ട് നെറ്റ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ കറുപ്പിക്കുന്ന പോയിന്റ് സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ പരിപാടി. ഓക്കെ, അപ്പോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം, ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. ഇതുവരെ ലോക്ക് അല്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇതുവരെ മനസ്സിലായതൊന്ന് ഒന്ന് പറയട്ടെ. ഇതിപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് കരിയർ ഗൈഡൻസ്, ഓക്കുപേഷൻ സെലക്ഷൻ, പേഴ്സണാലിറ്റി ഐഡന്റിഫിക്കേഷൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന കാര്യമായിട്ട്. അതെ, എബവ് 16 ഏജ് ആണ് ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. അതെ, ഓക്കെ, ഇതിന് കറക്റ്റ് ആയിട്ട് മാനുവലായിട്ട് കൊണ്ടുപോകുമ്പോൾ ഓരോന്നിനും 1 മുതൽ 10 വരെയുള്ള മാർക്കാണ് ഒബ്റ്റെയിൻ ആവുക, കിട്ടുക. പക്ഷെ ഇത് പിന്നെ നമ്മൾ മാനുവലായിട്ട് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഓൺലൈൻ വേർഷൻ മാത്രം യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം സ്കോർ 4 വരെ മാത്രമേ ഉണ്ടാവൂ അല്ലേ? അതെ. ആ കിട്ടിയ സ്കോറിനെ 2.5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു 10ലേക്ക്. അതെ, അതെ. ഓക്കെ, ഒബ്റ്റെയിൻ സ്കോർ ഇൻറ്റു 2.5 അല്ലേ കിട്ടും. പിന്നെ ഒരു കാര്യം മനസ്സിലായത്, 1.4 ബിലോ ആണെങ്കിൽ 1 ആയിട്ട് പിന്നെ കണക്കാക്കും. 1.5 എബോവ് ആണെങ്കിൽ 2 ആയിട്ട് കണക്കാക്കും. 164 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉണ്ടാവുക അല്ലേ? അത് ഈ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഇതിൽ വരുന്നതല്ല കേട്ടോ, നമ്മൾ മാത്തമാറ്റിക്സിൽ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 5 എന്താണ് 1.5 ഒക്കെ ആണെങ്കിൽ 1.2 ആക്കിയിടും, 3.7 ഒക്കെ ആണെങ്കിൽ 4 ആക്കും. അങ്ങനെ ഒന്നും സാധാരണ നമ്മൾ ചെയ്യുന്ന തന്നെയാണ്. ഓക്കെ, പറഞ്ഞോളെ. പിന്നെ ക്വസ്റ്റ്യനിയറില് പിന്നെ അങ്ങനെ കൺസിഡർ മാറ്റം വരുത്തിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. ഡിസഗ്രി 2 സ്ലൈറ്റ്ലി ഡിസഗ്രി, പിന്നെ നൈദർ അതൊന്ന് കാണിക്കുക. ഓക്കെ, നൈദർ അതന്നെ ഇപ്പൊ എടുത്തിരുന്നല്ലോ. ഓക്കെ, നൈദർ ഡിസഗ്രി, സ്ലൈറ്റ്ലി നോർ ഡിസഗ്രി, സ്ലൈറ്റ്ലി അഗ്രി. അതൊന്നും പറയാൻ പറ്റുമോ? അത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഡിസഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ പറയും, എന്നിട്ട് ആ ക്വസ്റ്റ്യനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിനാണ് ഡിസഗ്രി വരിക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സ്ലൈറ്റ്ലി ഡിസഗ്രി, ചെറിയ തോതിൽ അംഗീകരിക്കുന്നില്ല, ഡിസഗ്രി ആണ്. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ നെയ്തർ അഗ്രി നോർ ഡിസഗ്രി. സ്ലൈറ്റ്ലി അഗ്രി എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ അംഗീകരിക്കുന്നു, അഗ്രി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അങ്ങനെ 5 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ നമ്മൾ കറുപ്പിക്കണം. ഓക്കെ, ഇത് സാധാരണ ക്ലയന്റിനോട് ചോദിച്ച് കറുപ്പിക്കണം എന്നാ പറയുന്നത്. യെസ്, ക്ലയന്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലയന്റിനോട് നമ്മൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, കറുപ്പിക്കാം. സാധാരണഗതിയിൽ ഇതിന് 10 മിനിറ്റ് ഒക്കെ സമയം എടുക്കാം. പക്ഷെ 10 മിനിറ്റ് ഒന്നുമല്ല, ചില ആൾക്കാർ 45 മുതൽ 50 മിനിറ്റ് വരെ എടുക്കാറുണ്ട്. ഓക്കെ, അരമണിക്കൂർ എങ്ങനെയായാലും ഇതിന് പിടിക്കും. 10 മിനിറ്റ് ആണ് സാധാരണ നമ്മളെ പുസ്തകത്തിലൊക്കെ കാണുന്നത്, 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്നൊക്കെ. 10 മിനിറ്റ് ഒന്നും തീരൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് മെറ്റീരിയൽ റിക്വയർഡ്. ഇത് നമ്മൾ സാധാരണ പറഞ്ഞ തന്നെയാണ്. ഒരു കംഫർട്ടബിൾ ആയ എൻവയോൺമെന്റ് വേണം, ക്വസ്റ്റ്യനെയർ വേണം, ഒരു ബുക്ക്ലെറ്റ് വേണം, ആൻസർ ഷീറ്റ്, പെൻസില്, സ്കെയില്, പിന്നെ ലിങ്ക് വേണം. ഈ ലിങ്ക് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ലിങ്കും വേണം. ഇതൊക്കെയാണ് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഘടകങ്ങൾ. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ അത് ഓരോ വാല്യൂ കിട്ടി. ഈ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, 10 സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഈ വാല്യൂവിനെ ഇവിടെ ഓരോ വാല്യൂ കിട്ടിയല്ലോ, ഇതുണ്ടോ, ഈ വാല്യൂസിനെ മൊത്തം നമ്മൾ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുക. 1-നും 4-നും ഇടയിലാണെങ്കിൽ ലോ ആയിട്ട് മനസ്സിലാക്കാം. 5, 6 ആണെങ്കിൽ ആവറേജ്, 7, 8 ആണ്, 7, 8, 9, 10 ആണെങ്കിൽ ഹൈ. ഇനി ഇവിടെ നമുക്ക് നോക്കാം. പിന്നെ ഇതില് ഹൈ ആവറേജ് ലോ എന്ന് പറയുന്നത് ആളെ പേഴ്സണാലിറ്റിന്റെ ക്വാളിറ്റി ആണോ? യെസ്, ഓരോ ഓപ്ഷൻസ് ഇവിടെ കണ്ടല്ലോ. ഇവിടെ ഔട്ട് ഗോയിങ്, റിസർവ്ഡ്, ഇന്റലിജൻസ്, സ്റ്റേബിൾ, ഇമോഷണൽ, ഇതിനൊക്കെ ഓരോ സ്റ്റേജുകളാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണം പറയാൻ ഇന്റലിജൻസ് ലോ ഇന്റലിജൻസ് ഉണ്ടാവും,
ആവറേജ് ഇന്റലിജൻസ് ഉണ്ടാവും, ഹൈ ഇന്റലിജൻസ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നിന്റെയും സ്ഥാനാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഓരോന്ന് വ്യത്യസ്ത ആയതുകൊണ്ട് ഓരോന്നും വേറെ വേറെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ക്ലിയർ. ഇനി നമ്മൾ അടുത്ത എന്താണ്, നമുക്കൊരു എക്സ്പെരിമെന്റിലേക്ക് പോയിക്കൂടെ? എക്സ്പെരിമെന്റ് പോവാം. അതന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പെരിമെന്റിലേക്ക് സൈറ്റ് നമുക്ക് ഓൺ ആക്കാൻ പറ്റുമോ? സൈറ്റ് ഓൺ ആക്കാം. നിങ്ങൾ ആ സൈറ്റ് മാത്രം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതന്നെയാണ് നോക്കുന്നത്. സൈറ്റിന്റെ ലിങ്ക് നമ്മളെ ഗ്രൂപ്പിലുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ എടുക്കാം. വന്നില്ലേ? വന്നോ? നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടതാ റെക്കോർഡ് അല്ലേ? 1 മിനിറ്റ്. യെസ്, ഇങ്ങനെ ഒരു പേജ് വരും. നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടോ? വന്നിട്ടില്ലല്ലോ. ഗ്രൂപ്പില് ഇല്ല. ഒരു മിനിറ്റ് നോക്കട്ടെ. നേരത്തെ നിങ്ങളതിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യായിരുന്നു അല്ലേ? ഒരു മിനിറ്റ്. കോപ്പി. ഞാനിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോ സ്ക്രീനിൽ ഒരു പേജ് വന്നില്ലേ? ഇതില് നമ്മളെ ഗ്രൂപ്പിൽ വന്നു. യെസ്, അതിൽ ക്ലിക്ക് ചെയ്യണ്ട. അപ്പൊ ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോ യെല്ലോ പേജ് വന്നില്ലേ? യെല്ലോ പേജ് വന്നു. യെസ്, ഇതില് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, കൊടുക്കല്ലേ? സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് 164 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കണ്ടോ? ഇത് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നേരം വെളുക്കും. ഉദാഹരണമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ബാക്കി നമുക്ക് എന്തെങ്കിലും ഉടായത്തിലൂടെ എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആളൊരു പ്രകൃതം മനസ്സിലാവുമല്ലോ അല്ലേ? മനസ്സിലാവും. അതെ. ഇവിടെ 5 ഓപ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സ്ട്രോങ്ലി ഡിസഗ്രി, നെയ്തർ എഗ്രി ഓർ നോട്ട് ഡിസഗ്രി, അല്ലെങ്കിൽ നോ ഡിസഗ്രി, എഗ്രി, സ്ട്രോങ്ലി എഗ്രി. ഓരോ ക്വസ്റ്റ്യൻസിനും ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ടേക്ക് ടൈം ഔട്ട് ഫോർ others. അതായത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമയം നീക്കി വെക്കാറുള്ള ആളാണ്. എന്താണ് അതിൽ നമ്മൾ എന്താ കൊടുക്കുക? ഉദാഹരണമായിട്ട് നിങ്ങൾ പറയും, നമുക്ക് എന്താ ഓപ്ഷൻ കൊടുക്കാം? അത് പിന്നെ സ്ലൈറ്റ്ലി അല്ലേ വരിക? സ്ലൈറ്റ്ലി. ഇഷ്ടമുള്ള ആളുകൾ അപ്പൊ സ്ലൈറ്റ്ലി ഇതില്ല. സ്ട്രോങ് ഡിസഗ്രി, നൈദർ എഗ്രി ഓർ നോട്ട് ഡിസഗ്രി, എഗ്രി, സ്ട്രോങ് എഗ്രി. നേരത്തെ പറഞ്ഞ തന്നെ ഇത്. നേരത്തെ പറഞ്ഞ ചെറിയ വ്യത്യാസമുണ്ട്. സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി. വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ അറിയോ? ആദ്യം പറഞ്ഞ ഡിസഗ്രി, സ്ലൈറ്റ്ലി ഡിസഗ്രി, അതുണ്ട്. അവിടെ സ്ലൈറ്റ്ലി വിട്ടുപോയതാണ്. ഈ സ്ലൈറ്റ്ലി അഗ്രി ഉണ്ട്. ഓക്കെ, സ്ലൈറ്റ്ലി പോയതാണ്. ഡിസഗ്രിന്റെ അവിടെയാ? ഇവിടെ ഡിസഗ്രിന്റെ അവിടെയും എഗ്രിന്റെ അവിടെ ഒരു സ്ലൈറ്റ്ലി വരുന്നുണ്ട്. അപ്പൊ സ്ലൈറ്റ്ലി അഗ്രി ആണ് ഇപ്പൊ ഞാൻ കൊടുക്കേ. ഒന്നാമത്തെ സ്ലൈറ്റ്ലി അഗ്രി. ഇത് എങ്ങനെയാണെങ്കിലും ഒന്ന് സ്ട്രോങ്ലി ഡിസഗ്രി, മറ്റത് സ്ലൈറ്റ്ലി ഡിസഗ്രി ആവും, അല്ലെങ്കിൽ ഡിസഗ്രി ആവും. ഈ സ്ട്രോങ്ലിയുടെ താഴെയാണ് വരിക ഡിസഗ്രി വരിക. ഞാന് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സമയം നീക്കി വെക്കുന്ന ആളാണ്. ഒന്നാമത്തെ ഓപ്ഷൻ സ്ട്രോങ്ലി ഡിസഗ്രി, ഞാൻ തീരെ അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ തീരെ അംഗീകരിക്കാത്ത ആളാണ്. രണ്ടാമത്തത് ഡിസഗ്രി. ഈ സ്ട്രോങ്ലി ഡിസഗ്രിന്റെ താഴെയാണ് ഡിസഗ്രി വരിക, ഡിസഗ്രി എന്ന് പറയാം. അപ്പൊ അതിനെ സ്ലൈറ്റ്ലി ഡിസഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസഗ്രി എന്നും പറയാം. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. അതിപ്പോ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസഗ്രി കൊടുക്കാം. ഓക്കെ, ഡിസഗ്രി കൊടുത്തു. ഓക്കെ, അടുത്ത്, ഐ നോ ദാറ്റ് ഐ ആം നോട്ട് എ സ്പെഷ്യൽ പേഴ്സൺ. എനിക്ക് ഞാനൊരു സ്പെഷ്യൽ പേഴ്സൺ അല്ല എന്നത്. അതിനെന്താണ് നമ്മള് മുസദ്ദിക്ക് ഓപ്ഷൻ എഗ്രി കൊടുക്കാം. പിന്നെ അടുത്ത്, ഐ ടേക്ക് കൺട്രോൾ ഓഫ് തിങ്സ്.
അതായത് ഞാൻ എന്ത് ചെയ്യും, ഓരോന്നിന്റെയും കൺട്രോൾ ഏറ്റെടുക്കാറുണ്ട്. ഓരോ ഇപ്പൊ ഒരു സ്ഥലത്ത് വന്നാലും ഓരോ സാഹചര്യത്തിൽ വന്നാലും അതിന്റെ കൺട്രോൾ മൊത്തം ഞാൻ ഏറ്റെടുക്കും അല്ലേ? ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു കല്യാണത്തിന് നിങ്ങളാണ് വന്നു, പിന്നെ അവിടുത്തെ ഫുൾ കൺട്രോൾ നിങ്ങളായിരിക്കും. വീട്ടിലേക്ക് വന്നു, അവിടുത്തെ ഫുൾ കൺട്രോൾ നിങ്ങളായിരിക്കും. ഒരു ഫ്രണ്ട് സർക്കിൾ വന്നു, ഡിസഗ്രി. ഇനി അടുത്തത് ഐ ട്രൈ ടു ഫോർഗിവ് ഓർ ഫോർഗോട്ട്. ഞാന് ഫോർഗീവ് പറഞ്ഞാൽ എന്താണ്? പുറത്തു കൊടുക്കും. അതുപോലെ മറക്കുന്നവനും പോകുന്നവനുമാണ്. എഗ്രി കൊടുക്കാം. പിന്നെ അടുത്ത് ഐ കീപ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഐ കീപ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, ഞാന് പിന്നണിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ തോന്നുന്നു. അങ്ങനെയാണോ? നോക്കട്ടെ, ഡിക്ഷണറി നോക്കണോ? നോയിക്കോളൂ ക്ലിയർ ചെയ്യാം. ഞാൻ പശ്ചാത്തലത്തിൽ തുടരുന്നു. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കൂലേ, ഞാന് പിന്നണിയിൽ കാര്യങ്ങൾ ചെയ്യും, നേരിട്ട് മുമ്പിൽ ഉണ്ടാവില്ല, കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. അതെ, മുൻപന്തിയിൽ നിൽക്കൂല. ഐ കാൻറ്റ് ഡു വിത്തൗട്ട് ദ കമ്പനി ഓഫ് അതേഴ്സ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല വേറെ ആളെ കമ്പനിയിൽ, അങ്ങനെയില്ല. അത് ഡിസഗ്രി. ഞാൻ സ്വന്തമായൊക്കെ ചെയ്യും. ഐ ട്രസ്റ്റ് അതേഴ്സ്, അത് എഗ്രി. മറ്റുള്ളവർ അങ്ങനല്ല, സ്ലൈറ്റ്ലി എഗ്രി ആണേ. അത് സ്ലൈറ്റ്ലി ആണ്. സ്ട്രോങ്ലിന്റെ താഴെ തന്നെ വരിക. സ്ട്രോങ്ലി പിന്നെ എഗ്രി ആവുമ്പോൾ ശരിക്കും രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. കുഴപ്പമില്ല. ഡിസഗ്രിനെ വരുവാ. ഒന്നെങ്കിൽ എന്താ, എഗ്രി ആണോ ഡിസഗ്രി ആണോ? എന്താ കൊടുക്കണ്ടത്? എഗ്രിയാ ഡിസഗ്രിയാ? ഐ ആം നോട്ട് ഈസിലി ഫ്രസ്ട്രേറ്റഡ് അല്ലേ. എന്നെ പെട്ടെന്ന് അങ്ങനെ പിന്നെ വെറുപ്പിക്കാൻ വേണ്ടി സാധിക്കൂല. എഗ്രി. ഓക്കെ, എഗ്രി കൊടുക്കാം. അപ്പൊ എന്നാ നമുക്ക് ഇനി ബാക്കിയാണ്ട് കൊടുത്താലോ? ഒന്നിച്ചു കൊടുക്കണോ അതോ ബാക്കി ചെയ്ത് പോണോ? ബാക്കി നമുക്ക് ഇങ്ങനെ ഒരു ഏകദേശം വെച്ചിട്ട് അങ്ങനെ വിട്ടാലോ? ഓക്കെ. എന്തായാലും എല്ലാം പിന്നെ ഇത് ചെയ്യണ്ടേ, എല്ലാം ഫില്ല് ചെയ്യണം. എന്നിട്ട് വാല്യൂ ചെയ്യാം. വാല്യൂ ഓട്ടോ അതാ കൊറേ ഉണ്ട്. നമ്മളത് ഫില്ല് ചെയ്യുമ്പോൾ നേരം വിളിക്കും. ഒരു കാര്യം, 10 ഞാൻ വെറുതെ റാൻഡം ആയിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി എടുക്കാം. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. ഈ 11ാമത്തെ നോക്കാം. ഇനി ഇത് നോക്കാം. ഐ find it difficult to approach others. ഹലോ, എന്തോ ക്ലിയർ ഇട്ടില്ലല്ലോ, നിങ്ങള് കട്ടാകുന്നുണ്ട്. എന്തോ കട്ടാകുന്നു, തീരെ ക്ലിയർ ഇല്ല. നിങ്ങൾ രണ്ടാമതൊന്ന് എൻ്റർ ആയിക്കോ. എന്നല്ലേ, ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്ന് എൻ്റർ ആയിക്കോ. തീരെ ക്ലിയർ ഇല്ലല്ലോ. തീരെ ക്ലിയർ ഇല്ല കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല. നിങ്ങള് ലെഫ്റ്റ് അടിച്ച് ഒന്നുകൂടെ കയറിക്കോ.
ഞാൻ എടുത്തു വെച്ചു. ഞാൻ വരാം. ഇന്ന് കുറേ നാളെ ചെയ്യാൻ എളുപ്പമാവോ അല്ല കുറച്ച് ടഫ് ആയിരിക്കുമോ പൊതുവെ? ഇത് എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്, അത്ര പ്രയാസമൊന്നുമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഒരു സബ്ജക്റ്റിന് കൂടി പോകുമ്പോ കുറച്ചും കൂടി എളുപ്പം ചെയ്യാ ഇതായിരിക്കൂലേ? ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ ഇത് ഒരുപാട് സമയം എടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ആൻസർ ഒരു റാൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം, എന്നിട്ട് ഇത് എങ്ങനെ ആൻസർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതാണ് നല്ലത്. കാരണം 164 എണ്ണം ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഒരു ഏകദേശം അങ്ങനെ കൊടുത്തു പോകുന്നുണ്ട്. വാല്യൂസ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാലോ. നോക്കാം. നല്ലത്. മറ്റേത് ഇന്ന് തീരൂല. ഇത് സംഭവം വളരെ എളുപ്പമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാല് വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാന്ന് നോക്കിയാൽ മതി. അതെ. അതിന്റെ ആ ഒരു പിന്നെ വാല്യൂ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന വാല്യൂ സ്കോറിന് 4ലാണ് സ്കോർ വരിക. അതാണ് നമുക്ക് അറിയേണ്ടത്. ബാക്കി എളുപ്പമാണ് ഓൺലൈൻ. റേഞ്ചിന്റെ പ്രശ്നം ഇവിടെയാണോ അവിടെയാണോ? ഇല്ല, ഇവിടെ റേഞ്ചിന്റെ കുഴപ്പമില്ല. 4 റേഞ്ച് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കൊടുത്തു. ഇത് ഫ്രീ ആകുമ്പോൾ ഇത് മൊത്തം ഇരുന്ന് വായിക്കണം, എന്നാലേ നമുക്ക് ഇത് വായിച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ എന്താ. അതെ, ചിലത് ബുദ്ധിമുട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ ഇരുന്നിട്ട് നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇതൊന്ന് ചെക്ക് ചെയ്തോ. ഒരു ആയിക്കോട്ടെ. വീണ്ടും പഴയ പോലെ ആയിട്ട് വീണ്ടും റേഞ്ച് പോകുന്നുണ്ട്. നമ്മളൊന്ന് അപ്ലൈ ചെയ്താൽ മതി, സിമ്പിളാണ്. ഓക്കെ, നിങ്ങളൊന്ന് ഇതായിട്ട് പിന്നെ ഏകദേശം കഴിയാറായി. പിന്നെ നമ്മളെ എന്താണ് ഒരു PDF റേഞ്ച് പോകുന്നുണ്ട്. അതെ, ഇതിങ്ങനെ ചെയ്യുമ്പോ തന്നെ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ 10 മിനിറ്റ് കൊണ്ടൊന്നും തീരുന്ന സംഭവമല്ല. 1 മണിക്കൂർ എങ്ങനെയായാലും ഇത് വായിച്ച് ഇംഗ്ലീഷ് മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ മലയാളത്തിൽ വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കട്ടെ? സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പൊ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് വരും. അപ്പൊ ഇവിടെ ഒന്നാമത് ചോദിക്കുന്നത് നമ്മളെ ജെൻഡർ ഏതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കാം. ഫീമെയിൽ കൊടുക്കും. പിന്നെ ഏജ് നമ്മളെ ഏജ് കൊടുക്കാം. ഉദാഹരണമായിട്ട് 50 കൊടുക്കും. ഓക്കെ, 45 കൊടുക്കാം. പിന്നെ അവര് ചോദിക്കുന്നത് ഈ റിസൾട്ട് The result from this test will be stored and complete. അതെ, ഇതില് നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് ഈ വിവരങ്ങൾ നൽകിയിട്ടുള്ളതെന്ന് ഇവിടെ മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. 0 ആണെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്തതെന്നാണ് ഉദ്ദേശം. 100 ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ 0 കൊടുക്കാം, അല്ലെങ്കിൽ എത്ര കൊടുക്കണ്ടേ, ഒരു 5 ഒക്കെ കൊടുക്കാം. ഓക്കെ, 5 കൊടുത്തു. എത്രയും കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗെറ്റ് റിസൾട്ട് കൊടുക്കാം. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ
ഒരു പിന്നെ സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റുമെന്നല്ലേ അവർ ചോദിക്കുന്നത്? അതെ 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 അതെ. ഇത് അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ, നമ്മള് ടെസ്റ്റിനോട് ചെയ്യുന്നല്ലേ? അതെ 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 അതെ. അപ്പൊ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വരിക. ഇത് 16 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഈ 16 എണ്ണത്തിന്റെ വാല്യൂ ആണ് സ്കോർ കണ്ടോ. 1.2, 1.8, 2.2. ഇതാണ് നമ്മൾ ടേബിളിൽ കൊടുത്ത സ്കോർ. അതായത് എവിടെ നമ്മള് ഒരു മിനിറ്റ് ഷെയർ ചെയ്യാം. ഇയാളിലുള്ള 14 പേഴ്സണാലിറ്റി ഘടകങ്ങളുടെ പിന്നെ ലാബ് റിപ്പോർട്ടായത് അല്ലേ? യെസ്, 14 അല്ല 16. 16 ഇൻറ്റു ഇതിനെ ഓരോന്നിനും 2.5 കൊണ്ട് ഇൻറ്റു ചെയ്യണ്ടേ? യെസ്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് കാണിച്ചത് ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ വന്നല്ലോ. ഇതിലിവിടെ വാല്യൂസ് കണ്ടോ? ഇവിടെ കണ്ടോ ഈ 2.4 ഇത് കണ്ടോ? ഈ വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ഈ വാല്യൂസിനെ നമ്മൾ 10 സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ ഓരോ വാല്യൂസിനെയും ഇൻറ്റു 2.5 ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി നമ്മൾ 16 ഐറ്റംസിന് ഓരോന്നും കണ്ടല്ലോ. ആ ഐറ്റംസിന്റെ പേര് ഇവിടെ എഴുതും. കണ്ടോ? വാംത്ത്, റീസണിങ്, ഇമോഷണൽ, അങ്ങനെ ഓരോന്ന് എഴുതും. ഇപ്പൊ ഇനി എന്നിട്ട് അതിന്റെ ഇപ്പൊ ഹൈ ആണെങ്കിൽ ഒരു പേരുണ്ടാവും, ലോ ആണെങ്കിൽ ഒരു പേരുണ്ടാവും, ആവറേജ് ആണെങ്കിൽ ഓരോന്നിനും ഓരോ പേരേക്കാരം കേട്ടോ. പേരിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നോക്കാം, ഈ സ്കെയിൽ നോക്കാം. അപ്പൊ ഔട്ട് ഗോയിങ് ഉണ്ട്, റിസർവ്ഡും ഉണ്ട്. ഔട്ട് ഗോയിങ് ഇതിന് പല വാല്യൂ ഉണ്ടാവും. ഓരോ ആയതുകൊണ്ടാണ് വാംത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇപ്പൊ ക്ലിയർ ആണോ? അതൊന്നുകൂടി പറയാം. അത് ആ ഭാഗം കട്ടായി പോയി, ക്ലിയർ കിട്ടിയില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഒന്നാമത്തെ വാല്യൂ എത്ര കിട്ടി നമുക്ക് ഇൻറ്റു 10 ആക്കിയിട്ട്? ഒന്നാമത്തെ വാല്യൂ ഒന്ന് നോക്കി. അത് തിരിച്ചെടുക്കുമ്പോഴേക്കേ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കും. ഒരു മിനിറ്റ്. ഇല്ല, പ്രശ്നമല്ല. ഇപ്പൊ തീരുമാനമാക്കി തരാം. അധികം സമയം നിർക്കൂല. ഇതാണ് നമ്മളെ പേജ്. ഓക്കെ, ഒന്നാമത്തത് 1.8. 1.8 അല്ല, 1.8 അല്ല, അതെ, 1.2 ആണ്. 1.2ന് നമ്മളെ 1 ആയി കണക്കൂട്ടി. യെസ്, എന്നിട്ട് നമുക്ക് 2.5. അപ്പൊ 1നെ 2.5. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. 1.5നെ നമുക്ക് എന്താണ് ഇവിടെ എല്ലാം നമ്മൾ 2 ആയിട്ട് കണക്കാക്കുക, 1 ആയിട്ട് കണക്കാക്കുക. നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ലാസ്റ്റ് ആണല്ലേ? ഇവിടെ 1.2 ഇൻറ്റു ഇപ്പോഴല്ല 2.5 അല്ലേ? 2.5. അപ്പൊ എത്ര കിട്ടി? ഞാൻ കൂട്ടിത്തരാം. 1.2 ഇൻറ്റു 2.5 3 കിട്ടി. 3 കിട്ടി. അപ്പൊ പിന്നെ നമ്മള് പോയിന്റ് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വാംത്ത് എന്ന് പറഞ്ഞ വാംത്ത് എഴുതാം. രണ്ടാമത്തെ വാംത്ത് എന്ന് പറഞ്ഞ എന്താന്നൊക്കെ അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. അതേപോലെ തന്നെ പിന്നെ അടുത്തത് റീസണിങ്. 3ന്റെ എബോവ് ആണെങ്കിൽ 3ന്റെ എബോവ് ആണെങ്കിൽ അങ്ങനെയാണ്. അതിന്റെ നമ്മൾ നോക്കട്ടെ ഒരു മിനിറ്റ്. മൂന്നിന്റെ എബോവ് അല്ല, ഒരു മിനിറ്റ്.
എന്തെങ്കിലും ഗൈഡൻസ് ഇതിൽ ഉണ്ടാവുമോ? നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഒരു മിനിറ്റ്. ഇതാ ഇവിടെ കണ്ടോ? മിനിറ്റ്. ഇതാ 1ന്റെയും 4ന്റെയും ഇടയിലാണെങ്കിൽ ലോ, 5, 6 ആണെങ്കിൽ ആവറേജ്, 7, 8, 9, 10 ആണെങ്കിൽ ഹൈ. അങ്ങനെയാണ് വാല്യൂ വരിക. ഇതിപ്പോ ലോല വന്നേ നോക്കുക, 5, 6 ആവറേജ് ആണ് വരുന്നത്. പിന്നെ അടുത്തത് ഇവിടെ 3.5, അപ്പൊ 4 ആണ് എഴുതിയത്. 4 വരുമ്പോ എത്രയാ? 1 to 4 ലോ ആണ് വരിക. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോന്നിനെ വാല്യൂ കണക്കാക്കുക ചെയ്യാം, മൊത്തം വാല്യൂ കണക്കാക്കുക. ഓക്കെ, ഇനിയിപ്പോ ഈ വാല്യൂവിനനുസരിച്ചുള്ള പേരാണ് ഇവിടെ കൊടുത്തത്. വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്, ലിവ്ലിനെസ്, റൂൾ കോൺഷ്യസ്, സോഷ്യൽ ഇത് മനസ്സിലായി. നമ്മൾ ആ വാല്യൂവിനെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ, 3 കിട്ടി. 3 എന്നുള്ളത് ലോ ആണെന്ന് മനസ്സിലായി. അതിന്റെ അപ്പുറം എന്താണ്? അത്ര തന്നെ ഉള്ളൂ. അതവിടെ മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ എന്താണ് ഡിസ്കഷനിൽ ഫാക്ടർ 1, ഫാക്ടർ 2, അങ്ങനെ ഫാക്ടർ 16 വരെയുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം. അപ്പൊ ഫാക്ടർ 1 നമുക്ക് ഇവിടെ ഇതില് 6 അല്ലേ കിട്ടിയിട്ടുള്ളത്. 6 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതിലിട്ടോ, ഇതിൽ 6 ആണ്. 6 എന്ന് പറഞ്ഞാല് ആവറേജ് ആണ്. ആവറേജ് ആണ്. അപ്പൊ നമ്മൾ ഫാക്ടർ 1 കൊടുത്ത് നമുക്ക് 6 കിട്ടി. ഇതെന്താണ്? ഹാവിംഗ് കൈൻഡ്നസ് ആവറേജ് വാംത്ത് ആണ്, അല്ലെങ്കിൽ വാംത്ത്. ഓക്കെ, വാംത്ത് എന്ന് പറഞ്ഞ ഇവിടെ പറഞ്ഞത് കൊണ്ടാണ് വാംത്ത് ആയിട്ട് നമ്മൾ ഈ ആവറേജിന്റെ പേരാണ് വാംത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഔട്ട് ഗോയിങ്ങും റിസർവ്ഡും ഉണ്ട്. ഈ ഔട്ട് ഗോയിങ്ങിന്റെയും റിസർവിന്റെ ഇടയിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഓരോ ടേംസ് ഉണ്ട്. അതിൽ 6th ടേം വരുന്നത് എന്താണ്? വാംത്ത് ആയതുകൊണ്ടാണ് അവിടെ വാംത്ത് എന്നുള്ള ഓപ്ഷൻ വന്നത്. ആവറേജിന്റെ പകരം നമ്മൾ വാംത്ത് ആക്കിയാൽ മതി. ആവറേജ് ആണ്. അത് എന്താണോ ഇതിൽ തന്നത് 1 മുതൽ 4 വരെയുള്ള എന്താണോ ആവറേജ് ആണെങ്കിൽ അല്ലേ? അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇവിടെ നമ്മൾ ഇതിൽ നോക്കുക, കണ്ടോ, നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് എഴുതിയാൽ മതി. ഇതാണ്ടോ, പിന്നെ അടുത്ത റീസണിങ് ആണ് വന്നിട്ടുള്ളത്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് വന്നിട്ടുള്ളത്, ഡോമിനൻസ്, ലിവലിംഗ്നെസ്. ആ ടേം മാത്രം കൊടുത്താൽ മതി. ഇനി നമ്മൾ ആവറേജ്, ബിലോ ആവറേജ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ടേംസ് കൊടുത്താൽ മതി. ട്രൈറ്റ് ആണത് അവർക്ക് കിട്ടിയ സ്കോർ. അതിൽ ട്രൈറ്റ് എന്നാ പറയാ. ട്രൈറ്റ്. അത് കാണിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് കാണിച്ചിട്ടില്ലല്ലോ അതില്. എവിടെ? മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണല്ലോ നമുക്ക് ആ വാല്യൂ കിട്ടിയത്. അല്ല, ആ വാല്യൂ നമ്മൾ അതില് ഷോ ചെയ്തിട്ടില്ല. അത് നമ്മൾ ചെയ്യണമായിരിക്കും അല്ലെ? എങ്ങനെ? ഓക്കെ, ഈ 6 എന്നുള്ളത് 6 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് നേരത്തെ 3 കിട്ടി. മനസ്സിലായി. കിട്ടിയത് ആ 3 എന്നത് ശരിക്കും ഇത് 4 4 പോയിന്റ് സ്കെയിലാണ്. അതിന് നമ്മൾ 10 ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയി. അതങ്ങനെ എഴുതാം. എന്നിട്ട് അതേപോലെ ഓരോന്നും ഇങ്ങനെ എഴുതാം. 4 ആണ് റാങ്ക് കിട്ടിയത്, അതിന്റെ ഓപ്ഷൻ ഇന്നതാണ്. അങ്ങനെ ഓരോന്നും എടുത്ത് എഴുതാം. ഓക്കെ, മൊത്തം എഴുതാം. ഓക്കെ, എന്നിട്ട് കൺക്ലൂഷൻ എഴുതാം. ഇന്ന ആളുകൾക്ക് ഇന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഓരോന്നും നമുക്ക് 10 കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇത് അതേപോലെ എടുത്ത് എഴുതാം. ഇമോഷണൽ വാംത്ത് ആണ്, 16 കാര്യങ്ങൾ ഇവിടെ പാരഗ്രാഫ് പോലെ എഴുതി വെക്കുക. അപ്പൊ കൺക്ലൂഷൻ ആയി. ഓക്കെ, പിന്നെ നമ്മൾ ഇന്റർപ്രിട്ടേഷനിൽ വേണം ഇങ്ങനെ എഴുതാം. 6ന്റെയും 3.5ന്റെ ഇടയിലുള്ള
സ്കോറുകളാണ് ഈ വ്യക്തിക്ക് കിട്ടിയതെന്ന് പറയാം. ഇതാണ് ഇതിൽ വരുന്നത്. ഇതിന് ടോട്ടൽ ഇല്ലല്ലോ, ഈ 16 ഫാക്ടറിന് ഓരോന്നിനും സെപ്പറേഷൻ അല്ലേ, അല്ലാണ്ട് അതിനൊന്നും ടോട്ടൽ ചെയ്യുന്ന പരിപാടി ഒന്നുമില്ലല്ലോ. ടോട്ടൽ ചെയ്യില്ല. പിന്നെ ഈ വാല്യൂ വെച്ചിട്ട് ഒരു ഗ്രാഫ് വരക്കേണ്ടതുണ്ട്. പക്ഷെ ആ ഗ്രാഫ് വരയ്ക്കാനുള്ളത് ഒരു പേജ് നമ്മൾ ആ PDF ഉണ്ടല്ലോ, PDF നമുക്ക് കിട്ടുന്നില്ലേന്നോ? ഈ PDF ഈ വാല്യൂ വെച്ചുകൊണ്ട് ആ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ആ PDF കയ്യിലില്ല, ഗ്രൂപ്പിൽ ഞാൻ കുറെ നോക്കി കണ്ടില്ല. അപ്പൊ PDF ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. അതില് ഈ 10 സ്കോറിന്റെ പോയിന്റുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണമായിട്ട് ഇപ്പൊ എങ്ങനെയാണ് വരിക, ഒരു കുഴിഞ്ഞ പേജ് ഇട്ടിട്ട് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 സ്കെയിലാ വരിക. അപ്പൊ 1 2 3 ഇങ്ങനെ വരും. അതിൽ ഓരോന്നിനും പോയിന്റുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഗ്രാഫ് വരക്കുക. മനസ്സിലായോ? ഇതാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രാഫ് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കണം. ഗ്രാഫിനുള്ള PDF കട്ടാകുന്നുണ്ടെങ്കിൽ സംസാരം, അതാ പ്രശ്നം. ഈ പോയിന്റ് അടയാളപ്പെടുത്തി വരച്ചാൽ മതി. 6 4 5 4 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ ഏത് പോയിന്റിലാണ് വരിക അത് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ഗ്രാഫ് എനിക്ക് തോന്നുന്നു നമ്മളെ എക്സ്പെരിമെന്റ് ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ നമുക്ക് ഇതിന് കൺക്ലൂഷൻ ഏരിയ ക്ലിയർ ആയില്ലേ അല്ലേ? ക്ലിയർ ആയി. കൺക്ലൂഷൻ കഴിഞ്ഞ ക്ലിയർ ആയി. ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് മനസ്സിലാക്കിയ കാര്യം ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഓക്കെ, മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഈ 16 PF എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിന്റെ പേഴ്സണാലിറ്റി അതിനെ സ്കാൻ ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് അയാൾക്കുള്ള അതിന്റെ ക്വാളിറ്റി എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയാനാണ് ഈ 16 PF ചെയ്യുന്നത്. PF കൊണ്ടുവന്നത് റൈമണ്ട് ബി കാറ്റിൽ 1949 ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ അദ്ദേഹം തന്നെ കുറെ മിസ്റ്റേക്കും ക്രിറ്റിസൈസിന് ശേഷം 164 ക്വസ്റ്റ്യനെയർ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്ഡേറ്റ് ആക്കിയിട്ടാണ് ഈ ഫോം ഇപ്പം ലഭ്യമായത്. അതിന്റെ മാനുവൽ ഫോമാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ അത് ലഭ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ 5 ഫാക്ടർ അടങ്ങുന്ന 16 ഫാക്ടർ അടങ്ങുന്ന പിന്നെ ഓൺലൈൻ ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനുവല് 1 to 10 ഉണ്ടാവുക, പക്ഷെ ഇതില് 1 to 4 വരെ ഉണ്ടാവും. ഓക്കെ, പിന്നെ 1 to 4 എന്ന് പറയുന്നത് ലോ ആയിരിക്കും, 5 to 6 എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കും, 7 to 10 എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിരിക്കും ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലേ? ഓക്കെ, ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെയർ, അതുപോലെ കരിയർ ഗൈഡൻസ്, ഓക്യുപ്പേഷൻ സെലക്ഷൻ, പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ഒക്കെ ഇതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 60 ഇയേഴ്സിന്റെ അബോവ് ഉള്ളവർക്കാണ് ഇത് പറ്റൂ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇതില് പിന്നെ കിട്ടിയ ഒബ്റ്റൈൻഡ് സ്കോറിനെ 2.5 കൊണ്ട് കൺവേർഷൻ ചെയ്തിട്ടാണ് അതിന്റെ സ്കോർ കാണേണ്ടത്. ഓക്കെ, പിന്നെ ഇനി കിട്ടിയ സ്കോറിന് നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണ് സ്കോർ അതിന് നമുക്ക് മാത്തമാറ്റിക്കലി അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് പിന്നെ ബിലോ 4 ആണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സംഖ്യയിലേക്കും, ബിലോ 5 ആണെങ്കിൽ 0.5 എബോവ് ആണെങ്കിൽ നെക്സ്റ്റ് സംഖ്യയിലേക്കും ചെയ്യാവുന്നതാണ് അല്ലേ? ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് പറയണം, ഇവിടെ ഇപ്പോ നമ്മള് 3.5 ആണ് കിട്ടിയെന്ന് കരുതാം. അപ്പൊ അത് ലോ ഉള്ളത് നമുക്ക് ആവറേജ് ആക്കി മാറ്റാം. അതെ. അപ്പൊ 6.5 ആണെങ്കിൽ ആവറേജ് ഉള്ള ഹൈ ആക്കി മാറ്റാം. ഓക്കെ, ക്ലിയർ ആയി. അതാണ് ഉദ്ദേശിച്ചത്. ഇതില് 5 ഓപ്ഷൻസ് ഉണ്ടാവുക. ഒന്ന് ഡിസഗ്രി, സ്ലൈറ്റ്ലി ഡിസഗ്രി, പിന്നെ എഗ്രി, സ്ലൈറ്റ്ലി എഗ്രി അല്ലേ? പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, 5 ഉണ്ടല്ലേ? ഇതെല്ലാം വരുന്നത് ഡിസഗ്രി, സ്ലൈറ്റ്ലി ഡിസഗ്രി, നമ്മള് കൊടുത്തതില് സ്ട്രോങ്ലി അത് ചെറിയ വ്യത്യാസം ഉണ്ടാകും, ഞാൻ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇവിടെ ശരിക്കും നമ്മളെ പേജില് സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, നെയ്തർ എഗ്രി, നോ ഡിസഗ്രി. പിന്നെ സ്ലൈറ്റ്ലി ഒഴിവാക്കിയാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വിട്ടാം. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ ബബിൾസ് ചെയ്യുന്നു അല്ലേ? ആവറേജ് ഒരു 40-50 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മനസ്സിലാക്കേണ്ടത് മെറ്റീരിയൽ റിക്വയർഡ്, എൻവയോൺമെന്റ്, മറ്റേ ക്വസ്റ്റ്യനെയർ, ഓൺലൈന് സംഭവങ്ങളൊക്കെ വേണം.
പിന്നെ ടെസ്റ്റിന് ശേഷം വാല്യൂവിനെ 10 സ്കോറിലേക്ക് കൺവേർഷൻ ചെയ്യുന്നു. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൽ എത്രയാണോ ബബിൾസ് ചെയ്ത് അത് കിട്ടിയ വാല്യൂ, ആ വാല്യൂവിന്റെ അടിയിൽ തന്നെ അത് വാംറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ അതിന്റെ അടിയിൽ തന്നെ ഉണ്ടാവും അല്ലെ? അത് നമ്മൾ ഈ ചാർട്ടിലേക്ക് മാറ്റി എഴുതുന്നു അല്ലെ? ചാർട്ടിലേക്ക് മാറ്റി എഴുതുന്നു. പിന്നെ ഓരോന്നിനും നമ്മൾ 10 സ്കോറിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പോൾ അതിൽ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഓരോ ഫാക്ടറും, ഫാക്ടർ 1, ഫാക്ടർ 2, ഫാക്ടർ 3, ഓരോ ഫാക്ടറിനും പിന്നെ അത് ആവറേജ് ആണോ അല്ല പിന്നെ ലോ ആണോ അല്ലെങ്കിൽ ഹൈ ആണോ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് എഴുതാവുന്നതാണ് അല്ലേ? അത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ അല്ലേ? അതെ. പിന്നെ നമ്മൾ എന്താണ് ഓൺലൈൻ ആണെങ്കിൽ പിന്നെ ഇത്രയേ ഉള്ളൂ. ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പേജ് ഒക്കെ നമുക്ക് വേണം. നമുക്ക് ഇത്രയും എക്സാമിന് ഇത് മതിയായിരിക്കും അല്ലേ? ഇത്ര പോരെ? എക്സാമിന് ഇത് മതിയാവും. വേണമെങ്കിൽ അതൊന്ന് കയ്യിൽ വെക്കാം. സാറ് പറഞ്ഞു ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. ഓക്കെ, ശരി. ഓക്കെ, അലൈഹിസ്സലാം.